ചേച്ചി ദേ ചായ. എന്റെ റാണി, നീ ഇവിടെ ചായ കൊണ്ട് നടക്കുകയാണോ? ആ ചിരിക്കി പെണ്ണ് എവിടെ? അവൾ എണീറ്റിട്ടില്ലേ? ചേച്ചി ആരുടെ കാര്യം പറയുന്നേ? വൈകമോളുടെ കാര്യമാണോ? അവളെ കാര്യം തന്നെ. എന്റെ പൊന്നു റാണി, നീ ഇങ്ങനെ തണുത്തിരുന്നാലേ ഒന്നും നടക്കത്തില്ല. അവൾക്ക് ഇന്ന് ഇന്റർവ്യൂവിന് പോകാനുള്ള കാര്യം നീ മറന്നോ? പൊന്നേച്ചി, ചേച്ചി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവളെ ദീപമോള് വിളിച്ചിട്ടുണ്ട്. രാഘവ, ആ കമ്പനിയുടെ മാനേജറെ ഭയങ്കര ദേഷ്യക്കാരനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കാണ് ഈ കിറുക്കിപ്പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എനിക്കറിയാലോ ഇത് എത്രാമത്തെ ജോലി അവളെ കൊണ്ട് കളയുന്നതെന്ന്. അവളാണേലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അങ്ങോട്ട് എടുത്ത് ചാടുകയും ചെയ്യും. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി. അവളെ നമുക്കറിയാലോ. തെറ്റെവിടെ കണ്ടാലും അവള് പ്രതികരിക്കും. അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? ചേച്ചി വിഷമിക്കാതിരിക്കേ, ഈ ജോലി എന്തായാലും അവൾക്ക് കിട്ടും. എന്റെ കൃഷ്ണ, ഈ ജോലിയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. വൈകമോളെ, എന്നാ അമ്മേ, അവൾ ഇന്റർവ്യൂവിന് പോവാൻ ഒരുങ്ങാ. ചേച്ചി, ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ കൊള്ളാവോ? എന്താ ചേച്ചി ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നേ? പറ. എന്റെ പൊന്നു മോളെ, നീ ഇത് എത്രാമത്തെ ഡ്രസ്സാ ഇട്ടിട്ട് എന്നോട് ചോദിക്കുന്നേ? അത് പിന്നെ ചേച്ചിയോട് അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോടെ ചോദിക്കാ? ചേച്ചിക്കുട്ടിയല്ലേ എന്റെ സുന്ദരി ബ്യൂട്ടീഷ്യൻ. നീ അധികം എന്നെ പുകഴ്ത്തൊന്നും വേണ്ട, എനിക്കറിയാം. കൊള്ളാവോന്ന് പറ ചേച്ചി. പൊന്നു മോളെ, എന്നിട്ടാലും സുന്ദരിയല്ലേ? അതെന്നെ ചേച്ചി സൂചിപ്പിക്കാൻ വേണ്ടി പറയാ, എനിക്കറിയാം. ഇല്ലടി മണ്ടി, നീ പിണങ്ങല്ലേ? എന്റെ സുന്ദരി കുട്ടി ഉമ്മ. ഈ കിറുക്കി പെണ്ണേ. ചേച്ചി, അപ്പച്ചി അവിടെ നിന്ന് കാറുന്നുണ്ട്, ഞാൻ പോട്ടെ. അപ്പച്ചി ഇതേ അവള് വരുന്നു. ഒരുക്കണ്ട, ഇതുവരെ കഴിഞ്ഞില്ല പെണ്ണേ. കൂടെ അവല്ല അപ്പച്ചി, ഞാൻ പോവാൻ നിൽക്കല്ലേ. നീ ഈ ജോലിയും കൂടി കൊണ്ട് കളഞ്ഞേക്കല്ലേ. ആ കമ്പനിയുടെ MD ഒരു കർക്കശക്കാരനാണ് പേടിച്ചിട്ടുണ്ട്. പെണ്ണെ, നീ അവിടെ പോയി ഒരു അലമ്പുണ്ടാക്കല്ലേ. എന്റെ സുന്ദരിക്കുട്ടി അപ്പച്ചി. അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ ഈ വൈകി അങ്ങനെ ചെയ്യുന്ന? നീ അധികം എന്നെ സോപ്പിലാണെന്ന് നോക്കണ്ട. തീരെ ബുദ്ധിയില്ല. ഇങ്ങനെ ബുദ്ധി ഉണ്ടാവാനാ? അപ്പച്ചിയുടെ കൂടെയല്ലേ ഞാൻ നടക്കുന്നേ. ഏതേ പെണ്ണെ, നീ എന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്റെ കൃഷ്ണ, ഈ പെണ്ണിനൊരു ബുദ്ധി കൊടുത്താൽ മതിയായിരുന്നു. എന്റെ കൃഷ്ണ, ഈ പെണ്ണിനൊന്ന് ബുദ്ധി കൊടുത്ത് കണ്ടാൽ മതിയായിരുന്നു. അത് ഈ ജന്മത്തിണ്ടാവുന്ന കരുതണ്ട. വൈകമോളെ, നേരം ഒരുപാടാവാറായി, വേഗം പൊക്കോ. അപ്പച്ചി, എന്നെ അനുഗ്രഹിക്കണം. പൊന്നു മോള് നന്നായി വരും. ഈ ജോലി നിനക്ക് എന്തായാലും കിട്ടും. പോയി വാ മോളെ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവട്ടെ മോളെ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ശരി മോളെ, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇതേ കിറുക്കി പെണ്ണെ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ. ഇല്ല അപ്പച്ചി, പോയിട്ട് വേഗം വാ. ഞാനേ നിനക്ക് ഇഷ്ടപ്പെട്ട ലഡു ഉണ്ടാക്കി വെക്കാം. ലഡുവോ? എന്നാ ഈ ജോലി എനിക്ക് കിട്ടി തന്നെ ഉറപ്പിച്ചോ. കുറച്ചധികം ലഡു ഉണ്ടാക്കി വെച്ചോ അപ്പച്ചി. പെണ്ണിന്റെ ഒരു കാര്യം, ലഡു എന്ന് കേട്ടാലേ അവൾ ആരെയും കൂടെ ഇറങ്ങി പോകും. മോളെ, എന്നാ ഇനി വൈകിപ്പിക്കണ്ട, വേഗം പോയിക്കോളൂ. അച്ഛാ, നേരെ 9 മണിയാവാറായല്ലോ. ഇതുവരെ ഒരൊറ്റ ബസ് പോലും ഇവരുടെ പോയില്ല. ഇന്ന് വല്ല ഹർത്താലോ മറ്റോ ഉണ്ടോ? ആരോടെങ്കിലും ഒന്ന് ചോദിക്കാന്ന് വെച്ചാ ആരും ഇവിടെ കാണുന്നുമില്ല. 9:30 ആവുമ്പോഴേക്കും ഇന്റർവ്യൂവിന് എത്താൻ പറഞ്ഞതാ. ഇനിയും വയ്യ ആകെ പെടും. ഒരു ചേട്ടൻ വരുന്നുണ്ട്, അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇന്ന് ബസ്സൊന്നും പോകുന്നത് കണ്ടില്ല. മോൾ അറിഞ്ഞില്ലേ ഇന്ന് ബസ് സമരാണെന്ന്? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കാണല്ലോ ഇന്റർവ്യൂവിന് പോകാനുണ്ട്. ഞാൻ കുറെ നേരം ഇവിടെ വന്നിരിക്കുന്നു. ബസ്സുകാരുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെ. അവരെപ്പോഴാ സമരം വെക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മോളെ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കാണ് ഇവിടെ ഒന്നും പരിചയവും ഇല്ല. ഒരു ഓട്ടോ എങ്കിലും കിട്ടുമോ ചേട്ടാ? ഓട്ടോ വേണേലേ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ ഞാൻ വിളിക്കാം. എന്നാ വേഗം ഒന്ന് വിളിക്കോ. എന്നാ വലിയൊരു ഉപകാരമായിരുന്നു. ഡോ, നീയേ ഈ കിഴക്കുമൂലയിലോട്ടൊന്ന് വാ. അവിടെ ഒരു പെങ്കുച്ചിനെ കൊണ്ടാക്കാനാ. മോളെ, അവൻ ഇപ്പൊ വരും. മോളി ഇവിടെ ഇരുന്നോ. ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന്. അതിനൊക്കെ എന്തിനാണ് നന്ദി പറയുന്നേ? ശരി മോളെ, ഞാൻ പോട്ടെ. അയ്യോ, ഇനി ഓട്ടോക്കാരൻ വരുമ്പോഴേക്ക് നേരം വൈകോ ആവോ. എനിക്ക് പേടിയാവുന്നു. ഈ ജോലിയും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടുകാരുടെ മുഴുവൻ പ്രതീക്ഷയും എന്നില്ല. ഈ ജോലിയും കൂടി കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം എന്താവും? കൃഷ്ണ, എന്നെ രക്ഷിക്കേ. ഓ, സമാധാനായി, ഓട്ടോ എത്തി. ചേട്ടാ, വേഗം പോണം. മോളെ, എങ്ങോട്ടാ പോണ്ടേ? അതെ ചേട്ടാ, ആ SM ഗ്രൂപ്പില്ലേ, ആ കമ്പനിയിലോട്ടാ. മോൾ അവിടെയാണോ വർക്ക് ചെയ്യുന്നേ? ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇന്ന് ഇന്റർവ്യൂവിന് പോവാ. പിന്നെ മോളെ, അവിടുത്തെ MD ഒന്ന് സൂക്ഷിച്ചോണേ. ആളിച്ചിരി പെശകാ. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞേ? പെശകാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ആളിച്ചിരി ദേശക്കാരനാ. അത് ശരി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ മോളെ, ഇതാണ് കേട്ടോ ആ കമ്പനി. എന്റെ ദൈവമേ, ഇത്രയും വലിയ കമ്പനിയോ? ഇവിടെയൊക്കെ എനിക്ക് ജോലി കിട്ടോ ആവോ? SM ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ SM എന്ന് പറയുന്ന ആരാ? അത് ചിലപ്പോ ഇവരെ വീട്ടുപേരായിരിക്കും. ഈ കൃഷ്ണ, നേരെ 9:30 ആയല്ലോ. എന്റെ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയമായി. അയ്യോ അയ്യോ, എന്റെ കാര്യം ഇന്ന് ആ കപതാളത്തിലാകും. വേഗം ഓടട്ടെ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഇന്റർവ്യൂവിന് എല്ലാവരും എത്തിയെന്നാ തോന്നുന്നേ. എന്റെ വൈക, നീ എന്താ ചെയ്തേ? ഞാൻ അധികം ഒന്നും ആലോചിക്കാനില്ല, വേഗം ഓടാം. MD എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. മിസ്റ്റർ കുമാർ, നിങ്ങൾ പറഞ്ഞ ഡീൽ എനിക്ക് ഓക്കെ ഇല്ലെങ്കിലോ? നിങ്ങൾ പറഞ്ഞ ഡീൽ കൊണ്ട് എനിക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന് ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. നോൺസെൻസ്, ഇതൊക്കെ രാവിലെ തന്നെ എവിടെ നിന്ന് കുറ്റം പറിച്ചോണ്ട് വരുന്നു? എന്റെ ഫയലൊക്കെ നാശമായി. ഏയ് ലേഡി, തനിക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ? താൻ എവിടെ നോക്കി വരുവാ? എന്റെ ഫോണും ഷർട്ടും ആകെ നാശമാക്കി. സോറി സാർ, ഞാൻ ഫയൽ നോക്കി വന്നതുകൊണ്ട് കണ്ടില്ല. എങ്ങനെയാ? തന്നെ പോലുള്ള പെൺകുട്ടികളെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയല്ലേ വരുന്നത്. പിന്നെ തനിക്കൊക്കെ എങ്ങനെ കണ്ണ് കാണാനാ?
ഇയാൾ ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. വിജയേ, നീ മിണ്ടാതിരുന്നോ? അല്ലേ ഇവനാരാ എന്നോട് ഇതൊക്കെ പറയാൻ? എന്താ അവന്റെ ഒരു അഹങ്കാരം? അതെ സാറേ, ഒന്ന് നിന്നേ. എന്ത്? അല്ല സാറേ, സാറെന്താ കരുതിയേ ഞാൻ സാറിന്റെ സൗന്ദര്യം നോക്കി വരുമായിരുന്നു? ദേ, നാട്ടിൽ ഇത്രയും നല്ല പയ്യന്മാരുള്ളപ്പോ ഞാനെന്തിനാ തന്റെ തൊലിഞ്ഞ മോന്താ നോക്കി വരുന്നേ? ആരോടെ സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയോ? ആരായാലും എനിക്കെന്താ? പിന്നെ ഞാൻ ഫൈന് നോക്കി വന്നെന്ന് കരുതി സാറിനൊന്നും ഒഴിഞ്ഞു തരായിരുന്നു. ഈ റോഡ് മൊത്തം സാറിന്റെ ഒന്നും അല്ലല്ലോ. എനിക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എന്നോട് തർക്കിക്കാൻ ഞാൻ ആരാണെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? താൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല. തെറ്റ് പറ്റിയ സോറി പറയാൻ പഠിക്കാം മിസ്റ്റർ. അത് ഞാൻ പറഞ്ഞു. വഴിന്നൊന്ന് മാറി നിൽക്കേ, എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ സമയമായി. ഓഹോ, അപ്പൊ ഇന്റർവ്യൂവിന് വന്നതാണല്ലേ? ഞാൻ എന്തിനു വന്നതാന്ന് തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് പോകണം. ഇത് ശരി, ഇവളെ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വന്നിട്ടാണല്ലേ എന്നോട് കയർക്കുന്നേ? എനിക്ക് ഈ ജോലി കിട്ടിയത് തന്നെ മോളെ. ഹോ, ഈ ഹിറ്റ്ലർ മാധവൻ കുട്ടി എവിടെ നിന്ന് വന്നതാണോ രാവിലെ തന്നെ? അയാൾ വേഗ. ഈ വൈകിയത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? സോറി, എന്റെ പേര് വൈഗ, അതാ ഞാൻ പറഞ്ഞേ. എന്റെ പേര് പോലെ തന്നെയാണല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡും. ഇത്ര നേരത്തെയാണോ ഇന്റർവ്യൂവിന് എത്തുന്നേ? അതെ അതെ, നിങ്ങൾ രണ്ടുപേരാണോ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നേ? അധികം കിളിക്കാൻ നിൽക്കല്ലേ, രണ്ടിനെ മോന്തക്കിട്ടൊന്ന് തരും ഞാൻ. ഇപ്പൊ രണ്ടാളെ നാവിറങ്ങിപ്പോയോ? അങ്ങോട്ട് കുറച്ച് നീ ഇരിക്ക ചേച്ചി. ചേച്ചിയോ? ഞാനോ? എനിക്കത്ര പ്രായമൊന്നുമില്ല. അമ്മച്ചിക്ക് എന്താ വയ്യേ? വെറുതെ ഇരുന്ന് കിളിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ ഇന്റർവ്യൂവിൽ വന്നതായാലും കേട്ടല്ലോ. രണ്ടുപേരും മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക് തന്നെ ആയിരിക്കും. വൈകിയോട് വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. വൈഗ ആരാണ്? ഞാനാണ് സാർ. ഫ്ലോറിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ അവിടെ എത്തും. നിങ്ങൾ അദ്ദേഹം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പൊക്കോളാം. ഓക്കെ, യു ക്യാൻ ഗോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സാർ. കൃഷ്ണ, ഇനി ഇയാളത് എവിടെ പോയി തപ്പാനാ? ഹിറ്റ്ലർ മാധവൻ കുട്ടി എന്താ ഇവിടെ? ചിലപ്പോ വല്ല ഇന്റർവ്യൂവിന് വന്നതായിരിക്കും. ഏതായാലും എന്റെ ഗെറ്റപ്പൊന്നും വിടണ്ട. ഓ, ഇതാരി ഭദ്രകാളിയോ? മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ശരി ശരി, പൊക്കോ. എന്റെ കൃഷ്ണ, ഈ കോന്തൻ ഇവിടെ ഞാൻ ജോലിക്കുണ്ടോ ഇനി? എന്നാ പിന്നെ എന്റെ കാര്യം കട്ട പുകയായിരിക്കും. ഞാൻ പോകുന്നിടത്തെല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു അലവലാദികൾ. ഇപ്പൊ MD തന്റെ എവിടെയാണാവോ ഇരിക്കുന്നത്? ഏതായാലും തപ്പി ക്യാബിന് കണ്ടുപിടിച്ചു. ഇയാളിത് എവിടെ പോയി കിടക്കുവാണാവോ? കൃഷ്ണ, ഇനി ഇയാൾ എങ്ങനെയുള്ള ആളാണാവോ? വെച്ച് പറഞ്ഞത് കേട്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. ആള് കുറച്ച് കലിപ്പനാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞേ. എന്റെ ഈ എടുത്തുചാട്ടവും കൂടി ആയാ പിന്നെ പറയാൻ വേണ്ട. എന്റെ കാണാൻ എങ്ങനെയാണാവോ? സുന്ദരനായിരിക്കോ? അല്ല, MDയുടെ അച്ഛനെ വരെ വീഴ്ത്താനുള്ള വഴിയെ ഈ വൈകിയുടെ കയ്യിലുണ്ട്. ഞാനാരാ മോൾ? MD വന്നെന്നാ തോന്നുന്നേ. വൈക, മിണ്ടാതിരി. കാം, കീപ് കാം. ഗുഡ് മോർണിംഗ് സാർ. വെരി 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 ഗുഡ് മോർണിംഗ്. എന്റെ കൃഷ്ണ, ഇയാൾ ഇവിടുത്തെ MD ആയിരുന്നോ? പോയി, ഈ ജോലി പോയി. ഇനി ഇത് സ്വപ്നം കണ്ടിരിക്കേ വേണ്ട. ഇക, നീ തൽക്കാലം വേഗം പോവാൻ നോക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. എന്താ മിസ്റ്റർ, തന്റെ അടിക്ക് നാവൊന്നുമില്ലേ? അവയ്ക്ക് ഇറങ്ങിപ്പോയോ? അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓ സോറി സാർ, ആരായിരുന്നോ MD എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ക്ഷമിക്കണം. അയ്യോ, പുലി പോലെ ഇരുന്ന താൻ എങ്ങനെയാണോ എലി പോലെ ആയേ? തന്റെ തന്റെയൊക്കെ എവിടെ പോയി? അത് സാർ. അയ്യോ, താൻ എന്താ ഉരുണ്ട് കളിക്കുന്നേ? തനിക്ക് സംസാരിക്കാൻ അറിയില്ലേ? നേരത്തെ നമ്മൾ അവിടെ വെച്ച് കണ്ടപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചേ. സോറി സാർ. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. സോറി എന്നൊരു വാക്ക് തന്റെ നിഘണ്ടുവിൽ ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഈ ജോലി തനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, എന്റെ ഡോക്യുമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. അതൊക്കെ താനേ വീട്ടിലോട്ട് കൊണ്ടുപോക്കോ. അപ്പൊ ഈ ജോലിയും ഗോവിന്ദ. Poor girl. ഈ ജോലിയും കിട്ടിയില്ല എന്ന് ഞാൻ എങ്ങനെയാ വീട്ടുകാരോട് പറയാ? എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യും? അച്ഛനോടും അമ്മയോട് ഞാൻ എന്ത് പറയും? അവർക്കൊക്കെ വിഷമാവും. എന്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ് എല്ലാം സംഭവിച്ചത്. കാലത്ത് ജീവിക്കാൻ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീ ഒരു ജോലി അന്വേഷിച്ച് ഞാൻ എവിടെ പോവാനാ?